ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അൽഫാമാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലും അതേ ടേസ്റ്റിലും എളുപ്പത്തിൽ നമുക്കങ്ങനെ വീട്ടിൽ അൽഫാം ഉണ്ടാക്കണേ നോക്കാം. അതിനു മുന്നായി ആദ്യമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അൽഫാം ഉണ്ടാക്കാനായി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിനി കുറച്ചധികം മല്ലി എടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് 1 സ്പൂണോളം കുരുമുളക്, 3-4 കറുവപ്പട്ട, 3-5 ഗ്രാമ്പു, 1 ഏലക്ക, കുറച്ച് വറ്റൽമുളക്, 1 ബേ ലീവ്സ്, ഇവയെല്ലാം കൂടി ഞാനൊന്ന് ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറയിലൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ചിക്കനൊക്കെ ഞാനിവിടെ വരണ്ടിട്ടുണ്ട്. അപ്പം എല്ലാ ചിക്കനും നന്നായി ഒന്ന് വരണ്ട് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരു 2-3 സ്പൂണോളം തൈരും കൂടി ഒഴിച്ചു കൊടുക്കണം. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മല്ലിയില തണ്ടെടുത്തിട്ടുണ്ട്. കുറച്ചധികം വെളുത്തുള്ളി, ഇഞ്ചി, 1 തക്കാളി കട്ട് ചെയ്ത്, 1 സവാള കട്ട് ചെയ്ത്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ജാറയിലിട്ടൊന്ന് നന്നായി ഒന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളും ചേർത്ത് കൊടുക്കാം. ആ ചേർത്തതിന് ശേഷം നമ്മളുടെ അരപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് 1 സ്പൂണോളം പെരിഞ്ചീരകം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂണോളം ഓയിലൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 5 hours ഉള്ളത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇതൊരു 1 night വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകും അൽഫാമിന്. നമുക്കൊന്ന് 5 hours വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഓരോ ചിക്കൻ പീസായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അൽഫാമോടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.